റിസൾട്ട് ഇപ്പോൾ വന്നു. ഇനി അഡ്മിഷനിലേക്ക് ഇനിയും സമയം കിടക്കുന്നുണ്ട്. ജൂൺ 24-നാണ് ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ ആരംഭിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏകദേശം 1.5 മാസം സമയം ഈ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉണ്ട്. ഈ സമയത്ത് ഇവരെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്? എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റും? നേരത്തെ പറഞ്ഞ അഭിരുചി നിർണ്ണയം പോലെയുള്ള കാര്യങ്ങളുണ്ട്. അതിലപ്പുറം ഈ വെക്കേഷനിലെ ഒഴിവ് സമയങ്ങളെ അവരുടെ ഒരു കരിയർ കൂടെ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ ഈ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും കുട്ടികൾ ഇപ്പം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട്, കാരണം കുട്ടികൾക്ക് ഇപ്പോഴും എന്താണ് ഹ്യൂമാനിറ്റീസ്, എന്താണ് കൊമേഴ്സ്, എന്താണ് സയൻസ്, ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ കുറവാണ്. മാത്രമല്ല സയൻസ് കഴിഞ്ഞാലുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. കൊമേഴ്സ് കഴിഞ്ഞാൽ ഓപ്ഷൻസ് എന്താണെന്ന് അറിയില്ല. ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞാൽ ഓപ്ഷൻസ് എന്താണെന്ന് പലർക്കും അറിയില്ല. അതൊക്കെ ഉപരി മേഖലയിലുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഇതിന് കൃത്യമായ ധാരണയുള്ളത്. അപ്പോൾ ഇത്തരം കുട്ടികൾക്ക്, പ്രത്യേകിച്ച് വില്ലേജ് ഏരിയയിലുള്ള കുട്ടികൾക്ക് ഇത്തരം ഏരിയയിൽ കൃത്യമായി ധാരണ ഉണ്ടായി കൊടുക്കുന്നൊരു സംവിധാനം സർക്കാർ തലത്തിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ തന്നെ പരിശീലനം കിട്ടിയ കരിയർ ഗൈഡുമാർ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളിലുണ്ട്. അവിടെയൊക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതത് സ്കൂളിൽ വെച്ച് തന്നെ കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളൊക്കെ നൽകുന്നത് നന്നായിരിക്കും. അത്തരം ചില സംവിധാനങ്ങളൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കുറച്ചുകൂടി ഫലപ്രദമായിട്ട് പാരൻസിനും കുട്ടികൾക്കൊക്കെ നൽകുന്ന രീതിയിൽ ഉണ്ടാവുകയാണെങ്കിൽ ഏറെ ഉപകാരപ്രദമായിരിക്കും. പിന്നെ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ സാങ്കേതിക മേഖലയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, അത്തരത്തിലുള്ള ഒരുപാട് പുതിയ മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അത്തരം കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള അവസരമൊക്കെ ആക്കിയിട്ട് ഇത്തരം സമയങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ ഓൺലൈനായിട്ട് തന്നെ ഇത്തരം കോഴ്സുകൾ, ചെറിയ കോഴ്സുകളൊക്കെ നൽകുകയാണെങ്കിൽ, 1 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ നൽകുകയാണെങ്കിൽ അത് കുട്ടികൾക്ക് വലിയ ഉപകാരമായിരിക്കും.